ഖൽബിൽ ഈ റോളിനെ പറ്റി ഒന്ന് പറയാമോ? ഖൽബില് നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. നെഗറ്റീവില് മെയിൻ ആയിട്ട് ഒരു നാട്ടിലുള്ള എല്ലാ പ്രശ്നത്തിനും എന്ത് പ്രശ്നം ഉണ്ടാക്കാനും പ്രശ്നത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഗ്യാങ്ങാണ്. ഞാൻ ആ സോങ് കണ്ടിരുന്നു, നല്ല രസമായിട്ടുണ്ടായിരുന്നു ആ സോങ്ങിൽ. നമ്മൾ യൂഷ്വലി ഒരു വില്ലൻ റോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു വളരെ ഹൈറ്റ് ഒക്കെ ഉള്ള ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് ശരിക്കും സീരിയസ്ലി ഞാൻ പറയാം, ആ സോങ്ങിൽ ഭയങ്കര ഒരു മാസ് ലുക്കാണ്. നമുക്ക് ആ ചിന്തയെ പോയില്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ഉണ്ടല്ലോ, ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ വരുന്ന ഒരു കൺസ്ട്രക്ട് ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റോളാണോ? വലിയ ഇതായിട്ടൊന്നല്ല. ലൈക്ക് മേക്ക് ഓവറിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ അതൊന്നും ഐ മീൻ കമ്പാരിസൺ വരാത്തതുപോലെ. ഖൽബ് എന്താണ് ആക്ച്വലി? ഖൽബ് ഒരു ലവ് സ്റ്റോറിയാണ്. ഞാനും ഖൽബിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഞാനും എക്സൈറ്റഡ് ആണ് ഖൽബ് എന്താണെന്ന് അറിയാൻ വേണ്ടി. ആക്ച്വലി ഞാൻ എൻ്റെ പാട്ട് ചെയ്ത് എന്ന് മാത്രം, അല്ലാതെ അതിന്റെ സ്റ്റോറി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഖൽബിലേക്ക് എത്തിപ്പെട്ടത് സാജിദ് വഴിയാണ്. അതിന് മുന്നേ ചെയ്ത ഫിലിമിലേക്കോ? അത് ഇതന്നെയാ, റീൽസ് ടിക്ടോക്ക് കണ്ടിട്ട് വിളിച്ചിട്ട് വന്നിരുന്നായിരുന്നു. പാട്ട് പാടും അല്ലേ? പാട്ട് ചെറുതായിട്ട് അല്ല, ഞാൻ കണ്ടു, യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിരുന്നു. ഒരു 2 years മുന്നേ ഇട്ടിരുന്ന ഒരു വീഡിയോ എന്തോ കണ്ടിരുന്നു, ഒരു പാട്ടിന്റെ വീഡിയോ. ഞാൻ ഒഫീഷ്യൽ സോങ് ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ. ഓക്കെ, പാടിട്ട് പണ്ട് തൊട്ടേ പെർസ്യൂ ചെയ്യുന്നതാണോ? പണ്ടോട്ടല്ല, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മുംബൈയിൽ, ലിറിക്സിസ്റ്റ്. ആളുടെ അടുത്ത് കുറെ സോങ്സ് ഉണ്ട്. അപ്പൊ അതൊന്ന് സെലക്റ്റീവ് ആയിട്ട് 2 എടുത്ത് ചെയ്തു. രോഹിത് എന്ന് പറഞ്ഞിട്ട് ആളാണോ? അല്ലല്ല, രോഹിത് ഇൻഫ്ലുവൻസർ. ഇത് രാഹുൽ എന്ന് പറഞ്ഞിട്ടാണ്. ഈ രോഹിത്തിന്റെ അക്കൗണ്ട് നല്ല റീച്ച് ഉള്ള ഒരു അക്കൗണ്ട് ആണ്. എങ്ങനെയാണ് ഈ രോഹിത്തുമായിട്ടുള്ള കണക്ഷൻ? നമ്മള് ഒന്നില്ലാത്തപ്പോ ഫ്രണ്ട്സ് ആയിരുന്നു. അവനൊന്നില്ല, എനിക്കൊന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ കേറിയിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. നമ്മൾ അതുപോലെ ഇല്ലാത്ത ഒരു ടൈമിന് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അവിടെ തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാ. എങ്ങനെയാ നിങ്ങൾ കൂട്ടായത്? കൂടാതെ ടിക്ടോക്കിൽ ആളുടെ വീഡിയോസ് കണ്ടിട്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ല, അവനൊന്നില്ല എനിക്കൊന്നില്ല. അയച്ചാല് പെട്ടെന്ന് ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്. നല്ലോണം ഹിന്ദി സംസാരിക്കും. ഹിന്ദി അത്യാവശ്യം അല്ലേ? ഞാൻ ആ ആളുടെ വീഡിയോയിലും കണ്ടിരുന്നു, അബുവിന്റെ വീഡിയോയിലും കണ്ടിരുന്നു. നല്ല ഫ്ലുവന്റ് ആയിട്ടാണ് ഹിന്ദി സംസാരിക്കുന്നത്. ഒരു കൊളാബ് വീഡിയോ ഒക്കെ നിങ്ങൾ ചെയ്യാറില്ലേ? ആള് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഖൽബിന്റെ സെറ്റിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഖൽബിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ലിപ്സിങ്ക് വീഡിയോ ഒക്കെ ആശയാല്, പിന്നെ മൂവിയാണ്, വലിയ സെറ്റാണ്. റീൽസ് പോലെയല്ല, ഓൺ വോയിസ് ഡെലിവറി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു. സാധ്യതയൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, നല്ല കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്ത് തരായിരുന്നു. നമ്മൾ ഈ റീൽസും ചെയ്യുന്ന, അല്ലെങ്കിൽ ഫോണിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു സെറ്റിൽ ചെയ്യുന്നത്, ഒരു പ്രത്യേകിച്ച് ഇത്രയും റെലവൻസ് ഉള്ള ഒരു റോളാണല്ലോ. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുത്ത് എങ്ങനെയാണ്? കോൺഫിഡൻസ് പറഞ്ഞാൽ പിന്നെ മൂവിയിൽ വരുമ്പോൾ സെറ്റ് കാര്യങ്ങളെല്ലാം ആകുമ്പോൾ നമുക്ക് ആ ഫീല് വരും. നമ്മൾ റിയൽ ലൈഫിൽ തരുമ്പോഴത്തെ ഒരു ഫീല് വരും. സെറ്റാണ്. പിന്നെ നമുക്ക് ഒരു ക്യാരക്ടർ കിട്ടിയാൽ മതി സിനിമയിൽ, പിന്നെ ഡെലിവറി ചെയ്യും പോലെ. ഇതിനു മുന്നേ ഷോർട്ട് ഫിലിംസ് അങ്ങനെ ഇല്ല. ഷോർട്ട് ഫിലിംസ് ഫസ്റ്റ് ടൈം ഫിലിമിലേക്ക് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, അത് വരണം. അബുവിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കൂടുതലും മറ്റേ ജിം വീഡിയോസ് കുറേ ഉണ്ട്. വർക്ക്ഔട്ട് അല്ലാതെ എന്താണ് ഹോബീസ് ഒക്കെ? വർക്ക്ഔട്ടും ഞാൻ ചെയ്തില്ല. വർക്ക്ഔട്ട് ഒരു വർക്കിന് വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കൗട്ട് അല്ലാത്ത ഹോബി ഒന്നുമില്ല. ഹോബി ഫ്രണ്ട്സിന്റെ കൂടുതൽ ഫ്രണ്ട്സ്, ഫാമിലി. ആക്ടിങ് തന്നെയായിരുന്നു പാഷൻ ചെറുതിലെ മുതലേ? ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല ഒന്നിനെ പറ്റിയിട്ടും. പിന്നെ ഇങ്ങനത്തെ മ്യൂസിക്കൽ ഇങ്ങനത്തെ ഫീൽഡ് വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കി, അത്രേ ഉള്ളൂ. പിന്നെ അതൊരു ഇതായി മാറി, എന്താ ആക്ടിങ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു. ടിക്ടോക്കിലോട്ട് വരാൻ എന്നാലും ആക്ടിങ്ങിനോട് ഒരു പാഷൻ ഉള്ളത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ ടിക്ടോക്കിലേക്ക് വന്നത്? ടിക്ടോക്കിൽ ആക്ടിങ്ങിനോട് പാഷൻ അല്ല, ഞാൻ ചിന്തിച്ചു, ഐ മീൻ ഐ ക്യാൻ ആൾസോ ട്രൈ ടു ആക്ട്.